പുതുവർഷത്തിൽ ആവേശം പകർന്ന് 5 ദിവസങ്ങളായി നടന്ന മാരാരിക്കുളം ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം പി ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾക്ക് ആവേശം പകർന്ന മാരാരി ബീച്ച് ഫെസ്റ്റിന്റെ കലാസന്ധ്യയ്ക്ക് സമാപനമായി. വിവിധ കലാകായിക മത്സരങ്ങളോടെ ഡിസംബർ 22 മുതൽ 2025 ജനുവരി 5 വരെയാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനം പി ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ, ക്വിസ് മത്സരം, കിഡ്സ് ഫെസ്റ്റ്, ഫ്യൂഷൻ തിരുവാതിര മത്സരങ്ങളിൽ വിജയികളവർക്ക് സമ്മാനങ്ങൾ നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശനഭായ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CC ഷിബു, പഞ്ചായത്ത് അംഗങ്ങളായ ജെസ്സി ജോസി, പ്രീത അനിൽ, പഞ്ചായത്ത് സെക്രട്ടറി BGS എന്നിവർ സംസാരിച്ചു. KK കുമാരൻ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മൂന്നാമത്തെ വർഷം നമ്മൾ അവസാനിക്കാൻ പോകുമ്പോൾ, ഈ പരിപാടി തീരാൻ പോകുമ്പോൾ, ഇവിടെ ഒഴുകി എത്തിയിട്ടുള്ളത് ഈ 3 വർഷമായി എത്രായിരം ജനങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും കണക്കൂട്ടിപ്പോലും പറയാൻ കഴിയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്ക് എത്തിയ ജനങ്ങളുടെ എണ്ണം പുറത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കണക്കുകൾ പറയുന്നത് 3 ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ പങ്കെടുത്തു എന്നാണ്. ആ നിലയിലുള്ള വലിയ ജനക്കൂട്ടം, ഇന്നലെയും നല്ല ജനമാണ്, ഇന്നും നല്ല ജനമുണ്ടാകും. ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിയിട്ടും യാതൊരു നിലയിലുള്ള അപശബ്ദങ്ങളുമില്ലാതെ ഇതൊരു മഹാവിജയമാക്കി മാറ്റിയിട്ടുള്ളത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ സഹകരണം കൊണ്ടാണ്. അതുകൊണ്ട് ഈ നാടിനോടുള്ള, നാട്ടിലെ ജനങ്ങളോടുള്ള പ്രത്യേകം നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. എല്ലാവരും സംഘാടകരായി മാറി. ഇതാണ് നമ്മുടെ മാതൃക. എന്തിനാണ് ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്? നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ജീവിതത്തിൽ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങളെയാണ് അഭിമുഖീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു അസ്വസ്ഥതയാണ് വ്യക്തി ജീവിതത്തിനും കുടുംബജീവിതത്തിനും എല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ കാലത്തെ ഒരു വിമ്മിഷ്ടമുണ്ട്, എങ്ങനെ പുറത്തുനിന്ന് കിടക്കുക എന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒന്നിച്ച് ഒരു അല്പസമയം ഒന്ന് ആനന്ദിക്കുവാൻ കഴിയുന്ന ഒരിടമുണ്ടാക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു ആവശ്യമാണ്.